അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ തവണ സതീശൻ തോൽക്കും എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്ന് വ്യക്തമല്ല. പക്ഷേ എന്നോട് തന്നെ പല ആളുകളും പറഞ്ഞു 6-7 മാസം മുമ്പ് വൈപ്പിൻകരയിൽ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറവൂർ ടൗണിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് അതുവരെ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്തവണ സതീശൻ തോക്കിട്ടു എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നീട് പലരും പലപ്പോഴും ഇത് ആവർത്തിച്ചു. എപ്പോഴൊക്കെ നമ്മൾ പറവൂർ ചെല്ലുമ്പോൾ അപ്പോഴൊക്കെ ആളുകൾ ഇത് ഇങ്ങോട്ട് പറയും. അങ്ങോട്ട് ചോദിക്കണ്ട, ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാമെന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവർ അടുത്ത് വന്നിട്ട് നമ്മൾ ഇത്തവണ സതീശൻ തോക്കും. അല്ലെങ്കിൽ ഒരു പെട്ടിക്കടയിൽ കയറി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടിക്കടക്കാരനും പറയും, അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകളും പറയും സതീശൻ തോൽക്കും. ഇടയ്ക്കൊരു ദിവസം പറവൂർ കോടതിയിൽ കേസിന് പോയപ്പോൾ ബാർ അസോസിയേഷനിലേക്കുള്ള വക്കീലന്മാർ പറഞ്ഞു, ഈ സതീശൻ പറവൂരിന് വേണ്ടി എന്ത് തേങ്ങയാണ് ചെയ്തത്? പ്രതിപക്ഷ നേതാവല്ലേ, ഇവിടുത്തെ ഈ ബാർ അസോസിയേഷൻ കിടക്കുന്നത് കണ്ടില്ലേ, പറവൂർ കോടതിയുടെ ശോചനീയാവസ്ഥ കണ്ടില്ലേ, എന്ത് തേങ്ങയാണ് ഇയാൾ ഇവിടെ ചെയ്യുന്നത്? അയാളെയാണോ ഇനി ജയിപ്പിക്കുന്നത്? അയാളെയാണോ കേരള മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു.